കേരളം 1.18% സ്ഥലമുണ്ട്, നമ്മൾ 3.8%. ഇതായിട്ട് കേരളത്തെ സ്നേഹിക്കുന്ന ആളുടെ കമ്പാരിസൺ എങ്ങനെയാണ്? അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ 1.04 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കർണാടക അവരുടെ സ്ഥലത്തിന്റെ 1.65 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് അവരുടെ സ്ഥലത്തിന്റെ 2.28 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കേരളം അവരുടെ സ്ഥലത്തിന്റെ 3.22 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും. കാര്യം പോപ്പുലേഷൻ വെച്ചുകൊടുക്കാം. പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഇത് തന്നെ തെറ്റാണ്. നേരെ GDP വരില്ല എന്ന് ചോദിച്ചാൽ അതിപ്പോ എനിക്കോട് തിരക്ക് മൂലത്തൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്ന കാര്യമുണ്ട്. നേരെ നിക്ഷേപം GDP-യിലേക്ക് വരില്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അദ്ദേഹം പറഞ്ഞത് പെട്ടിക്കടയാണ്. 2024 നിയമം ഭേദഗതി ചെയ്തു, അതിൽ ട്രേഡ് വന്നു. പഴയതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിനെ കാണിച്ചാണ്, ഇത് മറച്ചു വെച്ചിട്ടില്ല. വാട്ട് ഈസ് MSME? MSME എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് താഴെ മൂലധനമുള്ളത് മൈക്രോ, 10 കോടിക്ക് താഴെ മൂലധനമുള്ളത് സ്മോൾ, 50 കോടിക്ക് താഴെ മൂലധനമുള്ളത് മീഡിയം. ഇതാണ് MSME. അതിന് താഴെ നാനോ ഉണ്ട്. നാനോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെ കൃത്യമായിട്ട് മാനുഫാക്ചറിംഗ് 48,137, ഇൻവെസ്റ്റ്മെന്റ് ഇത്ര. ഇത് ഈ വർഷത്തെയാണ് അല്ല, ഈ വർഷത്തെ അല്ലേ, ടോട്ടൽ അല്ല, ഈ വർഷത്തെ മാത്രം ടോട്ടൽ എടുത്തു. അല്ല, ട്രേഡ് ഇത് മൊത്തം 1.44, ട്രേഡ് 1.52, ടോട്ടൽ നേരത്തെ പറഞ്ഞു 3,42,000 മറ്റോ വരുന്നത്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് കൃത്യമായിട്ട്. അല്ലാതെ ട്രേഡ് ഇതിൽ പെടുന്നില്ല എന്ന് പറഞ്ഞു. വാട്ട് ഈസ് സർവീസ്? സർവീസ് എന്ന് പറഞ്ഞാൽ മിഷനറി ഉപയോഗിക്കുന്ന സേവനങ്ങളെല്ലാം. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ മിഷനറി ഉണ്ടെങ്കിൽ അത് സർവീസിൽ പെടും, ജിമ്മ് സർവീസിൽ പെടും. ഇതെല്ലാം സംരംഭമാണ്. കേരളത്തിൽ ഇന്ത്യയിൽ സംരംഭമാണ്. ഇന്ത്യയിൽ സംരംഭമായി എന്തൊക്കെ പരിഗണിക്കുന്നോ അതൊന്നും കേരളം പരിഗണിക്കരുത് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളാണ്. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ഇത് MSME പെടും, ഇവിടെ മാത്രം നിങ്ങൾ പെടുത്തരുത് എന്നുള്ളത്. ഇതൊരു ബൂം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പ്ലാന്റ് വർക്കിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഗവൺമെന്റാണ് അടിസ്ഥാനമായിട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്തത്. ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി. 8ഓളം നിയമങ്ങൾ ഒറ്റ ഭേദഗതിയിൽ കൂടെ ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി. കഴിഞ്ഞ ഗവൺമെന്റാണ്, ഞാൻ വന്നതിന് ശേഷമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ അടിത്തറയാണ്. ഞങ്ങൾ അതിനെ സ്ട്രക്ചർ ചെയ്തു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എടുത്തു, കുറേയേറെ മാറ്റങ്ങൾ വരുത്തി, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ ഇത് പെട്ടിക്കടയും നേരത്തെ തുടങ്ങിയത് അദ്ദേഹം ഒരു ഇത് ഉദ്ധരിക്കുന്നുണ്ടു. എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട് ഇത് പഴയ. ഞാൻ നോക്കി എക്കണോമിക് റിവ്യൂവിൽ അങ്ങനെ പറയേണ്ട കാര്യം. ആദ്യമായിട്ടാണ് എക്കണോമിക് റിവ്യൂവിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ ഒരു എക്കണോമിക് റിവ്യൂവില് കേരളത്തിന്റെ ഇൻഡസ്ട്രി ഒരു തീമായിട്ട് വരുന്നത്. അപ്പൊ എക്കണോമിക് റിവ്യൂവിൽ പറയുന്നത് ഇതാണ്, സബ്ജക്ട് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂ MSMEs ആണ് ഈ പറയുന്ന. അദ്ദേഹം പറഞ്ഞ 4 ഇതാണ്. ഈ ന്യൂ കണ്ടില്ല എന്നുള്ളൂ. ഓരോ വർഷത്തെയും പുതിയത് എത്രയാണ്, എത്ര വന്നു, ഇത് രജിസ്റ്റർ ചെയ്ത് എത്ര, ഓരോന്നും ഓരോ മേഖല തിരിച്ചിട്ടുണ്ട്. അഗ്രോ, ഫുഡ് ബേസ്, ഇത് മാനുഫാക്ചറിങ് മാത്രമാണ്. ഇതെല്ലാം വസ്തുതകളല്ലേ. ഈ വസ്തുതകൾ എന്തിനാ കേരളത്തിന് എതിരായിട്ട് ഉപയോഗിക്കുന്നത്? നേരെ തിരിച്ച്